Because you look so beautiful. കോൾ എടുക്കുന്നില്ലേ? അല്ല ബിസിനസ് കോളാ. അതിനെന്താ, എടുത്ത് സംസാരിച്ചോളൂ. ഹേയ് ഇല്ല, സാരമില്ല. സാരമില്ല, എടുത്ത് സംസാരിക്കും. ജോലിക്കാര്യങ്ങളൊന്നും പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട, എടുത്ത് സംസാരിച്ചോ. എടുക്ക്. ഒരു മിനിറ്റ്. ഹലോ, എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. ഹോട്ടലെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. കണ്ടെയ്നർ എത്തിയാൽ ഉടനെ കയറ്റി അയക്കാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അവിടെ സംഭവിക്കുന്നതിനെല്ലാം ഉത്തരവാദി നീ മാത്രമാണ്. ഓക്കെ ഓക്കെ. അത് നല്ലതായാലും മോശമായാലും അതിന്റെ റിവാർഡ് നിനക്ക് കിട്ടും, അറിയാലോ. ഓക്കെ ഓക്കെ. ചാനൽ അല്ലാതെ വേറെ ബിസിനസ് ചെയ്യുന്നുണ്ടോ? എനിക്ക് എക്സ്പോർട്ടിംഗ് ഉണ്ട്. ഇന്നൊരു കണ്ടെയ്നർ ഷിപ്മെന്റ് ഉണ്ട്, അതിന്റെ കോൾസാ. നിങ്ങൾ ആരും പേടിക്കണ്ട. നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നവരല്ല. ഇനി ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല. കമോൺ, അവരെ എടുക്ക. നിങ്ങൾ ആരും പേടിക്കണ്ട. നിങ്ങളെ കടത്താൻ ശ്രമിച്ചവരിൽ നിന്നും രക്ഷിച്ചതാ ഞങ്ങള്. ഇനി ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല. யாராவது காப்பாத்துவேன்னு நினைக்கவே இல்லை. கடவுள் மாதிரி வந்து நீங்க காப்பாத்திருக்கு. ரொம்ப നന്ദി. ആരെ സഹായിക്കാനില്ലാത്തവരെ രക്ഷിക്കാൻ ദേവി വരുമെന്ന് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും നടക്കില്ലെന്നാ ഞാൻ വിചാരിച്ചേ. ഇപ്പൊ അത് സത്യമായി. ഇതെനിക്ക് എന്റെ അമ്മ തന്നതാ. ഇത് ഞാൻ ചേച്ചിക്ക് തന്നോട്ടെ. മോക്ക് തരട്ടെ? കുടിച്ചോ. ഇതാ. മോളുടെ പേരെന്താ? എന്താ മോളുടെ പേര്? ധ്വനി എന്നാ മോളുടെ പേര്. ധ്വനിമോൾക്ക് സംസാരിക്കാനും കേൾക്കാനും സാധിക്കില്ല. അയ്യോ, അത് പിന്നെ സോറി, ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ വലിയ കുഴപ്പമൊന്നും മോൾക്കില്ല. ഒരു മെന്റൽ ഷോക്കിൽ സംഭവിച്ചതാ. അത് പതിയെ മാറും. ഒരു സാധാരണ കുട്ടിയെ കാണുന്ന പോലെ മോളെയും കണ്ടാ മതി. ദുർഗയെ അങ്ങനെ തന്നെ പറയാറ്. ദുർഗയോ? അതെ, ദുർഗ. ജയശ്രീയുടെ മോളാ, എന്റെ കൊച്ചുമോള്. ഓ, എന്നിട്ട് ദുർഗ എവിടെ? അവള് സ്കൂളിലെന്താ അത്യാവശ്യമായിട്ട് പോയതാ. ധോനിമോളെ പോലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാ ദുർഗ. എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണണമെന്നാ ദുർഗ എപ്പോഴും പറയാറ്. ദുർഗ അന്ന് ഹോട്ടലിലും വന്നില്ലല്ലോ. നിക്കടിയോടെ. ഞങ്ങളെ
ഞങ്ങളെ എല്ലാരും നാണം കെടുത്തിട്ട് നീ എവിടെ തെണ്ടി തിരിഞ്ഞിട്ട് വരുവാ? ഈ കുടുംബത്തിനെ നാട്ടുകാരുടെ മുമ്പിൽ അപമാനിക്കുന്ന ലക്ഷ്യമല്ലേ ഇവൾക്ക് ഇവളുടെ തള്ളയ്ക്കുള്ളൂ. വിളിച്ചു വരുത്തിയവന്റെ മുന്നില് എന്നെ നാണം കെടുത്തിയത് എന്തിനാണെന്നാ നിന്നോട് ചോദിച്ചത്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് സമാധാനിക്കും. ചേച്ചി എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. ഇവളെ പെണ്ണ് കാണാൻ ഇവിടെ ആൾക്കാർ വന്നിരിക്കുമ്പോ അതിൽ പറ എന്താവശ്യം അവൾക്കുള്ളത്? അതെ, മൂങ്ങെ പോലെ നിൽക്കാതെ മറുപടി പറയണി. ഇവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് വന്ന കല്യാണാലോചന എങ്ങനെയെങ്കിലും മുടക്കണം. അതിനു വേണ്ടിയാ ഇവളിപ്പോ ഓരോന്ന് ചെയ്തു നോക്കുന്നു. ഇങ്ങനൊന്നും പറയരുത് ഷീ. ഞാൻ മനസ്സിൽ പോലും ഓർക്കാത്ത കാര്യങ്ങളൊക്കെ നീ പറയുന്നേ. ഇവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ കാണിച്ചു കൂട്ടിയത് മുഴുവൻ അതിനു വേണ്ടിയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാരും കൂടി അവളെ ക്രൂശിക്കണ്ട. ഞാൻ പറഞ്ഞിട്ടാ ദുർഗ പോയത്. ആഹാ, അത് കൊള്ളാം. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവൾക്ക് കല്യാണം ആലോചിച്ചാൽ. എന്റെ മോളുടെ വിവാഹം നടത്താൻ ഈ നാശം പിടിച്ചവളുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ കഷ്ടപ്പെട്ട് ഈ ആലോചന കൊണ്ടുവന്നേ. നീ കൊണ്ടുവന്ന ആലോചനയെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. അതിനെന്താ ഒരു കുഴപ്പം?